നമസ്കാരം, ഞാൻ സൂര്യവാസൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വിനയായ വിളയാട്ടം. കോഴിക്കോട് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ ടൗൺ SI വിമോദിനെതിരെ സസ്പെൻഷൻ നടപടിക്ക് പുറമെ 2 കേസുകൾ. കോടതി വളപ്പിൽ മാധ്യമപ്രവർത്തകരെ തടഞ്ഞതിനും കയ്യേറ്റത്തിനുമാണ് കേസ്. പോലീസിന് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് ഇന്റലിജൻസ് മേധാവിയുടെ റിപ്പോർട്ട്. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്നലെ രാവിലെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ വ്യാപക പ്രതിഷേധം. മാധ്യമപ്രവർത്തകർക്ക് നേരെ SIയുടെ പരാക്രമം വിലക്കിന് ജില്ലാ ജഡ്ജിയുടെ നിർദ്ദേശമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച്. ഇക്കാര്യം വ്യക്തമായത് ഹൈക്കോടതി രജിസ്ട്രാർക്ക് ജില്ലാ ജഡ്ജി നൽകിയ വിശദീകരണത്തെ തുടർന്ന്. പരാതിയിൽ അന്വേഷണം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിജിലൻസ് അന്വേഷണം. കോഴിക്കോട് വിജിലൻസ് കോടതി നടപടി. ഇരിട്ടി സ്വദേശി നൽകിയ പരാതിയിൽ അടുത്ത മാസം 18-നകം റിപ്പോർട്ട് ഹാജരാക്കാനും നിർദ്ദേശം. 2006 മുതൽ 2016 വരെ മുൻ വ്യവസായ മന്ത്രി വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന് പരാതിക്കാരൻ. കേസിൽ അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ നേരിട്ട് ഹാജരാക്കണമെന്നും ഉത്തരവ്. നിയമനത്തിൽ നിലപാടറിയിച്ച്. ഗീതാ ഗോപിനാഥിന്റെ നിയമനത്തിൽ ഇടപെടില്ലെന്ന് CPM പൊളിറ്റ് ബ്യൂറോ. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടി സംസ്ഥാന നേതൃത്വം. എന്നാൽ നിയമനത്തിനെതിരെ ചില കേന്ദ്ര നേതാക്കൾ PB യോഗത്തിൽ എതിർപ്പറിയിച്ചു. ഗീതാ ഗോപിനാഥിന്റെ നിയമനം ഇടതുമുന്നണി നയങ്ങൾക്ക് വിരുദ്ധമെന്നാരോപിച്ച് VS കേന്ദ്ര നേതൃത്വത്തിന് കത്തയച്ചത് വ്യാഴാഴ്ച. അതേസമയം VSനെതിരായ പരാതിയിൽ PB കമ്മീഷൻ യോഗം ഉടൻ ചേരാൻ ധാരണ. സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ നിയമനം സംബന്ധിച്ച് പാർട്ടിയിലും പ്രതിപക്ഷത്തും എതിർപ്പുകൾ മുറുകുമ്പോഴും വിട്ടുകൊടുക്കാതെ പിണറായി. വലതുപക്ഷ സാമ്പത്തിക വിദഗ്ധയായ ഗീതയുടെ ഉപദേശങ്ങളിൽ അത്തരം സ്വാധീനമുണ്ടാകാതെ ശ്രദ്ധിക്കുമെന്ന് PB യോഗത്തിൽ പിണറായി. മാണിയുടെ മുന്നൊരുക്കം. മുന്നണിയുമായി ഉടക്കി നിൽക്കുന്ന കേരള കോൺഗ്രസിനെ അനുനയിപ്പിക്കാൻ UDF ശ്രമങ്ങൾക്ക് തുടർച്ച. കോൺഗ്രസുമായി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന മാണിയുടെ വിശദീകരണത്തിൽ അനുനയ തന്ത്രങ്ങൾ തേടി നേതാക്കൾ. ഉമ്മൻചാണ്ടിക്ക് പിന്നാലെ മാണിയെ മെരുക്കാൻ കുഞ്ഞാലിക്കുട്ടിയെ മധ്യസ്ഥനാക്കി കോൺഗ്രസ്. കോട്ടയം ചരൽക്കുന്നിൽ 6-ന് തുടങ്ങുന്ന കേരള കോൺഗ്രസ് ക്യാമ്പിന് മുമ്പായി ഇരുവരും കൂടിക്കാഴ്ച നടത്തിയേക്കും. അതിനിടെ മുന്നണി മാറ്റമടക്കമുള്ള വിഷയങ്ങൾ പാർട്ടി ക്യാമ്പിൽ ചർച്ചയാകുമെന്ന് കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോയി എബ്രഹാം. വിഷയത്തിൽ പാർട്ടി ഒറ്റക്കെട്ടായി നിലപാടെടുക്കുമെന്നും പ്രതികരണം. നിർദ്ദേശങ്ങളുമായി മോദി. ആരോഗ്യ മേഖലയിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം ഒഴിവാക്കണം. ഡോക്ടർമാരുടെ അഭിപ്രായം തേടാതെ മരുന്ന് ഉപയോഗിക്കുന്നത് പ്രതിരോധ ശേഷിയെ ബാധിക്കുമെന്ന് പ്രധാനമന്ത്രി. സുരക്ഷിത് മാതൃത്വ അഭിയാൻ പദ്ധതിയിലൂടെ എല്ലാ മാസവും 9-ാം തീയതി സർക്കാർ ആശുപത്രികളിൽ ഗർഭിണികൾക്ക് സൗജന്യ പരിശോധന. ഇത് സംബന്ധിച്ച് ഡോക്ടർമാർക്ക് മൻ കി ബാത്തിലൂടെ മോദിയുടെ നിർദ്ദേശം. പരിസ്ഥിതി സംരക്ഷണത്തിനായി എല്ലാവരും ഒന്നിക്കണമെന്നും പ്രധാനമന്ത്രി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്ക്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2880 രൂപ, പവൻ 23,040 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത വാർത്തകൾ 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.